സംസ്ഥാനത്ത് ഇന്നലെ വേനൽ മഴയിലുണ്ടായത് വ്യാപകമായ നാശനഷ്ടം. തീരദേശ മേഖലയിൽ കടൽക്ഷോഭമുണ്ടായി. എറണാകുളം ജില്ലയുടെ പല മേഖലകളിലും മരം വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നുപോയി. കോട്ടയത്ത് ഉഴവൂരിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് വൈദ്യുത പോസ്റ്റ് വീണ് പോത്തുങ്കൽ സ്വദേശി ബാബുവിന് പരിക്കേറ്റു. നമുക്കൊരു കഴിഞ്ഞ പൂണിത്തുറയിൽ ലിഡിയ ജേക്കബ് ക്യാമ്പ് ചെയ്യുന്നു. ലിഡിയ, അവിടെ എന്താണ് നാശനഷ്ടങ്ങളുടെ കണക്ക്? ഇന്നലെ വൈകുന്നേരം പെയ്ത മഴയിൽ ശക്തമായിട്ടുള്ള കാറ്റിലും മഴയിലും വലിയ നാശനഷ്ടമാണ് എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുണ്ടായത്. അതോടൊപ്പം തന്നെ എറണാകുളം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തൃപ്പൂണിത്തുറ, പേട്ട, മരട് പ്രദേശങ്ങളിൽ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മരങ്ങളൊക്കെ കടപുഴകി വീണിരിക്കുകയാണ്. നമ്മളുള്ളത് പൂണിത്തുറ അയ്യങ്കാളി റോഡിലാണ്. ഈ ഭാഗത്താണ് ഈ ഒരു മരട് പ്രദേശത്ത് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത്. ഈ പൂണിത്തുറ അയ്യങ്കാളി റോഡിലും അതുപോലെ തന്നെ ഇതിന് തൊട്ട് സമീപത്തുള്ള മറ്റു റോഡുകളിലുമാണ്. സുബ്രഹ്മണ്യ ടെമ്പിൾ റോഡ്, ഒപ്പം മിനി ബൈപ്പാസിലൊക്കെ ഇന്നലെ വലിയ നാശനഷ്ടങ്ങളും ഒപ്പം ഈ മരങ്ങൾ കടപുഴകി വീണ അതുപോലെ തന്നെ വൈദ്യുതി പോസ്റ്റുകൾ വീണ് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും വൈദ്യുതി കട്ടാകുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് അയ്യങ്കാളി റോഡാണ്, പൂണിത്തുറയിലുള്ള അയ്യങ്കാളി റോഡാണ്. ഈ റോഡിന്റെ അങ്ങറ്റം വരെ ഏകദേശം ഒരു 10ഓളം ഇടങ്ങളിൽ വലിയ രീതിയിൽ മരങ്ങൾ വീണിട്ടുണ്ട്. ഈ റോഡിലേക്ക് തന്നെ മരങ്ങൾ വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈദ്യുതി ലൈൻ അടക്കം ഏകദേശം 14ഓളം വൈദ്യുതി ലൈനുകൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണതിനാൽ വൈദ്യുതി കണക്ഷനും കാര്യങ്ങളും ഒക്കെ പോയിട്ടുണ്ട്. ഇന്നലെ മുതൽ വൈദ്യുതി ഈ പ്രദേശങ്ങളിൽ ഇല്ല എന്നുള്ളതാണ്. വ്യാപകമായിട്ടുള്ള ഈ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് പൂണിത്തുറ, മരട് പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും വൈദ്യുതി ഇല്ല എന്നുള്ളതാണ്. ഇന്നലെ രാത്രി വരെ ഫയർഫോഴ്സ് ഈ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ രാത്രി ആയതിനാൽ നടന്നില്ല. പക്ഷേ ഇന്ന് വീണ്ടും രാവിലെ പലയിടങ്ങളിലും മരങ്ങൾ മുറിച്ചു മാറ്റുന്നതൊക്കെ പുനരാരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ വലിയ മരങ്ങൾ മുറിച്ചു മാറ്റുന്നത് അത് ശ്രമകരമായിട്ടുള്ള ഒരു ജോലി കൂടിയാണ്. പ്രത്യേകിച്ച് ഈ മരങ്ങളൊക്കെ വീണിരിക്കുന്നത് വീടുകൾക്ക് മുകളിലാണ്. അതോടൊപ്പം തന്നെ ഈ മതിലുകൾക്കൊക്കെ മുകളിലാണ്. ഈ മതിലുകളും അതുപോലെ ഗേറ്റുകളും ഒക്കെ തകർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പറന്നു പോയിട്ടുണ്ട്. ഈ റോഡിൽ തന്നെ, ഈ അയ്യങ്കാളി റോഡിൽ തന്നെ അല്പം മാറി ഫ്ളാറ്റിന്റെ മുകളിലെ ഷീറ്റ് ഇന്നലത്തെ കാറ്റിൽ മറിഞ്ഞു വീണ് പറന്നു പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിൽ ചമ്പക്കര മാർക്കറ്റിന്റെ മുകളിലെ ഷീറ്റുകൾ, അലുമിനിയം ഷീറ്റുകൾ അടക്കം ഇത്തരത്തിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റു പലയിടങ്ങളിലും മലയോര പ്രദേശങ്ങളിലും വലിയ രീതിയിലുള്ള നാശനഷ്ടം തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മൂവാറ്റുപുഴയിലും കോതമംഗലത്തുമൊക്കെ വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൂവാറ്റുപുഴയിൽ ഇന്നലെ കാർ ഷോറൂമിന്റെ മേൽക്കൂര തകർന്നു വീണിരുന്നു. 3 കാറുകൾക്ക് കേടുപാടുകളും കാര്യങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ചേട്ടാ, ഈ പൂണിത്തുറ പ്രദേശത്ത്, മരട് പ്രദേശത്ത് എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അല്ല, നാശനഷ്ടങ്ങളുടെ ഒരു അളവ് തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും വലിയ ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷം ഇന്നലത്തെ വൈകുന്നേരത്തുണ്ടായിട്ടുള്ള മഴയിലും കാറ്റിലുമാണ് മരങ്ങൾ കടപുഴകി വീണത്. ഇപ്പോൾ പൂണിത്തുറയിലാണെങ്കിൽ പൂണിത്തുറയിലെ സുബ്രഹ്മണ്യ ടെമ്പിൾ റോഡ്, ജവഹർ റോഡ്, അയ്യങ്കാളി റോഡ്, വളപ്പിക്കടവ്, മിനി ബൈപ്പാസ്, പൂർണ്ണത്രേശ റോഡ്, സായി ലൈൻ, മുക്കുട്ടി ടെമ്പിൾ റോഡ്, വടക്കത്ര തുടങ്ങിയ നിരവധി ഭാഗങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് റോഡ് തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. ഇന്നലെ രാത്രി ഒരു പരിധിവരെ അത് നീക്കം ചെയ്യാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ടില്ല. പല വീടുകളുടെ മുകളിലേക്കാണ് ചാഞ്ഞു നിൽക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ പല മരങ്ങളും ചാഞ്ഞു നിൽക്കുന്നുണ്ട്. അത് ഉടനടി മുറിച്ചു മാറ്റിയില്ലെങ്കിൽ കൂടുതൽ അപകടങ്ങൾ ഇനിയും ഉണ്ടാകും. ഏത് നിമിഷവും കടപുഴകാവുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അത് വീടുകളുടെ മുകളിലേക്ക് വരും. ഇത് നാഷണൽ ഹൈവേയുടെ ഭാഗത്ത് ഒരുപാട് മരങ്ങൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. അത് പെട്ടെന്ന് മാറ്റിയില്ലെങ്കിൽ ഇതിനു മുമ്പ് ആവർത്തിച്ച പോലെയുള്ള അപകടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അത് തന്നെയാണ്. ഇന്നലെ വലിയ രീതിയിലുള്ള അപകടങ്ങളോ പരിക്കോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പക്ഷേ അപകടകരമായിട്ടുള്ള രീതിയിൽ മരങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈദ്യുതി പോസ്റ്റുകൾ മറിഞ്ഞു വീഴാനായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അത് എത്രയും വേഗം മാറ്റണം. അതോടൊപ്പം തന്നെ ഈ വൈദ്യുതി തടസ്സമുള്ളത് അത് പരിഹരിക്കണം. പ്രത്യേകിച്ച് പലയിടങ്ങളിലും ഈ ഒരു റോഡിൽ തന്നെ പലയിടങ്ങളിലും വൈദ്യുതി ഇല്ല. അതോടൊപ്പം തന്നെ ഇതിന് സമീപ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും വൈദ്യുതി ഇല്ല. ഈ കുഞ്ഞുകുട്ടികളും അതുപോലെ തന്നെ പ്രായമായ ആളുകളൊക്കെ ഉണ്ട്. ആളുകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതൊക്കെ വൈദ്യുതി പോസ്റ്റുകളും അതുപോലെ തന്നെ വൈദ്യുതി ലൈനുകളും പൂർവ്വസ്ഥിതിയിലാക്കണം എന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുന്നത്. അതോടൊപ്പം ഈ ഗതാഗത തടസ്സമുള്ള മേഖലകളിൽ ഈ മരങ്ങൾ മുറിച്ചു മാറ്റി അത് പരിഹരിക്കണമെന്ന് കൂടി പറയുന്നുണ്ട്. മാത്രമല്ല, ഏകദേശം 10ഓളം വീടുകളാണ് ഭാഗികമായി ഇന്നലെ ജില്ലയിൽ തകർന്നത്. അത് പ്രധാനമായും ഈ കോതമംഗലം, കുട്ടമ്പുഴ ഭാഗത്താണ് പ്രധാനമായും ഈ വീടുകൾ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പലയിടങ്ങളിലും മേൽക്കൂരകൾ പാറിപ്പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല, മൂവാറ്റുപുഴയിൽ
വലിയ രീതിയിലുള്ള നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കാർ ഷോറൂമിന്റെ മുകളിലേക്ക് ഈ കാർ ഷോറൂമിന്റെ മേൽക്കൂര പറന്നുപോയി. അത് കാറിന്റെ മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറുകൾക്ക് 3 കാറുകൾക്ക് നാശനഷ്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല കോതമംഗലം കുട്ടമ്പുഴ ഭാഗത്ത്, അതായത് കോതമംഗലത്തു നിന്നും കുട്ടമ്പുഴയിലേക്ക് പോകുന്ന റോഡിൽ വിവിധ ഇടങ്ങളിൽ ഇന്നലെ മരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.